ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ നാളായില്ല ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അതെ, പക്ഷേ വെരി ലോങ് ടൈം ഞാൻ ഇത് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നു. അപ്പം ഞാൻ വീഡിയോ ഇടാതിരുന്നപ്പോൾ എന്നോട് കുറേ പേരൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്തു കേട്ടോ, എന്നെ ഇപ്പോൾ വീഡിയോ ഇടാത്ത നിർത്തിയോ, എന്നെ ഇപ്പോൾ വീഡിയോ ഒന്നും കാണാത്തതെന്നൊക്കെ. ഞാൻ ഷോർട്സ് ഇടുന്നുണ്ടായിരുന്നു, പക്ഷേ ഇങ്ങനെ ലോങ് വീഡിയോസ് ആയിട്ട് കുറച്ചായി. അപ്പോൾ പ്രത്യേകിച്ച് കാണുന്നൊന്നും ഇല്ല, ചെറിയ രീതിക്കുള്ള മടി അത് തന്നെ. പിന്നെന്താ, കണ്ടന്റ് ക്ഷമ. എനിക്ക് വീഡിയോ ഒന്നും ചെയ്യാനില്ല. എപ്പോഴും ഞാൻ വീട്ടിലെ കാര്യങ്ങളും കുക്കിംഗ് അങ്ങനത്തെ കാര്യങ്ങളിട്ട് നിൽക്കും, ബോറടിക്കും. ഞാൻ വെളിയിലൊന്നും പോകുന്നില്ല അങ്ങനെ. അപ്പോൾ എനിക്ക് വേറെ കാര്യങ്ങളൊന്നും ഇടാനില്ല, അതുകൊണ്ടാണ് ഞാൻ ഒന്നും ചെയ്യാഞ്ഞത്. എല്ലാവരും ഇങ്ങനെ ചോദിച്ചപ്പോൾ അവരോടൊക്കെ ഒത്തിരി സ്നേഹം കേട്ടോ. അപ്പം എന്നെ അന്വേഷിക്കുന്നൊക്കെ ഉണ്ടല്ലോ അങ്ങനെ. അപ്പം അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇപ്പോൾ ഒരു കണ്ടന്റ് കണ്ടുപിടിച്ചിരിക്കുന്നു. അങ്ങനെ വലിയ കാര്യങ്ങളൊന്നുമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഭയങ്കര ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ ഞാനിവിടെ ചെയ്യാറുള്ള. ഞാൻ ഒരു വീക്കിൽ അല്ലെങ്കിൽ ഞാൻ എപ്പോഴും വീട്ടിൽ തന്നെ ഉള്ള ഹോം മെയ്ഡ് ആയിട്ടുള്ള സ്കിൻ കെയർ പരിപാടി ചെയ്യുമ്പോഴത്തേനും ഞാൻ ചെയ്യാറുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം കൂടി ഒരു വീഡിയോ ആക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ ഓർത്തു. അപ്പോൾ എണീക്കുമ്പോൾ ഞാൻ ഓർക്കും, ഇന്ന് വീഡിയോ എന്തായാലും ചെയ്യണം, ഇന്നൊരു വീഡിയോ എന്തായാലും എടുക്കണം എന്ന് ഓർത്ത് രാവിലെ എണീക്കും. പിന്നെ അതേപടി അങ്ങനെ ഇരിക്കും. ഓക്കെ, കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ ഇപ്പോൾ രാത്രിയാവും, പിന്നെ വീഡിയോ എടുക്കത്തില്ല. ഇത് തന്നെയായിരുന്നു സ്ഥിരം സംഭവിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്ന എൻ്റെ മൈക്ക് ഓഫ് ആകുന്നുണ്ടോ എന്ന് ചാർജില്ല. അപ്പോൾ ഇങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെ ഇന്ന് ഞാൻ എന്തായാലും തീരുമാനിച്ചു, ഇന്ന് ഞാൻ വീഡിയോ എടുത്തിരിക്കും. അങ്ങനെ ഞാൻ ഓർത്തു, നിങ്ങൾക്ക് ഭയങ്കര കഷ്ടപ്പെട്ട് ഞാൻ ഒരു കണ്ടന്റ് ഒക്കെ കണ്ടുപിടിച്ചു. ഞാൻ ഓർത്തു നിങ്ങൾക്ക് ഞാൻ ചെയ്യാറുള്ള കുറച്ച് വീട്ടിൽ തന്നെ നമുക്ക് വലിയ ചിലവുകളോ കാര്യങ്ങളോ ഒന്നുമില്ല, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെ വെച്ച് ഞാൻ ചെയ്യാറുള്ള സ്കിൻ കെയർ എന്തൊക്കെയാണ് ഒരു 5 എണ്ണം. കുറേ ഉണ്ട്. അപ്പം ഇപ്പോൾ ഒരു 5 എണ്ണം ഞാൻ നിങ്ങൾക്ക് കൂടെ പറഞ്ഞുതരാൻ ഓർത്തു. സോ എനിക്ക് തോന്നുന്നു ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. സ്കിൻ കെയർ ഒക്കെ ഇഷ്ടപ്പെടാത്ത ആരാളെ, നമുക്ക് വലിയ പൈസ ചിലവൊന്നും ഇല്ല, നമുക്ക് വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങളൊക്കെ വെച്ച് നമുക്ക് എല്ലാവർക്കും സുന്ദരനും സുന്ദരിയൊക്കെ ആവാം. സോ ഞാൻ അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. പിന്നെ എൻ്റെ ചുണ്ടിലോട്ട് നോക്കുമ്പോൾ ഞാൻ ഒരു വെറൈറ്റി പിടിച്ചതാണ്. ഷെയ്ഡ് മാറിയിട്ട് നല്ല കോമഡി ആയിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല, പക്ഷെ നേരിട്ട് നല്ല കോമഡിയാണ് ആ കളർ. ഓക്കെ, അതപ്പോൾ നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. ഒക്കെ അറിയാൻ തന്നെയായിരിക്കും, നമ്മളെല്ലാവരും തന്നെ ഗേൾസൊക്കെ മിക്കവരും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്നാലും അറിയത്തില്ലാത്ത ആൾക്കാർ കാണും, അപ്പോൾ അവർക്കത് യൂസ്ഫുൾ ആയിരിക്കും, അതിനുവേണ്ടി ചെയ്യുന്ന വീഡിയോ. പിന്നെ പരീക്ഷിച്ചിട്ടില്ലാത്ത ആൾക്കാരാണെങ്കിൽ, കേട്ടിട്ടുണ്ട് പക്ഷെ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഈ പറയുന്ന എല്ലാം ഞാൻ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. ആൻഡ് അതിൽ എനിക്ക് നല്ല ബെസ്റ്റ് റിസൾട്ട് കിട്ടിയിട്ടുള്ള 5 എണ്ണമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പം പിന്നെ ഇതെനിക്ക് 5 എണ്ണം ഉള്ളതുകൊണ്ട് എനിക്ക് ചെയ്ത് കാണിക്കാൻ പറ്റത്തില്ല, എല്ലാം പോസിബിൾ അല്ല. ഓരോന്നും എനിക്ക് ഇങ്ങനെ ചെയ്ത് കാണിക്കാൻ പറ്റത്തില്ല എൻ്റെ സ്കിന്നിൽ. പക്ഷെ ഞാൻ ഇത് ഐസ്വെയർ ഞാൻ ചെയ്യാറുള്ളതാണ്. ഇത് ഓരോ വീക്കിലും ഞാൻ ഇതിൽ ഏതെങ്കിലും ഒക്കെ ആയിരിക്കും ചെയ്യുന്നത്. അപ്പം ചെയ്ത് കാണിക്കാൻ പറ്റത്തില്ല, ഞാൻ ജസ്റ്റ് പറയുന്നേ തരത്തുള്ളൂ. സോ ഫസ്റ്റത്തെ എന്ന് വെച്ചാൽ, നമുക്ക് സ്കിൻ നല്ല ബ്രൈറ്റ് ആവും, അതുപോലെ തന്നെ സോഫ്റ്റ് ആവും. പിന്നെ നമ്മുടെ വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു അടിപൊളി സംഭവമാണ്, ഒരു പാക്കാണ്. അപ്പം അതിന് വേണ്ട സാധനങ്ങൾ അരിപ്പൊടി, പിന്നെ കുറച്ച് തേന്, കുറച്ച് പാല്. ഞങ്ങളവർക്ക് ഇതെന്തോ കഴിക്കാനുള്ള സാധനം ഉണ്ടാക്കുന്നത് തോന്നും, പക്ഷെ ആക്ച്വലി അത് ഭയങ്കര ടേസ്റ്റ്, നല്ല സ്വീറ്റാണ്. നമ്മളിങ്ങനെ കഴിക്കുമ്പോൾ തന്നെ ഇടയ്ക്ക് വായിലൊക്കെ പോകുന്നത് നല്ല ടേസ്റ്റ് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പം അതാണ് ഒന്നാമത്തെ ടിപ്പ്. അത് അടിപൊളിയാണ്, എന്നും ചെയ്യണ്ട. എന്താ, വീക്ക്ലി വൺസ് ചെയ്താൽ മതി. ഡെയിലി ചെയ്താൽ നമ്മുടെ സ്കിൻ ചിലപ്പോൾ ഭയങ്കര ഡ്രൈ ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ വീക്ക്ലി വൺസ് ഏതെങ്കിലും ഒരു ദിവസം ഇത് നമുക്ക് യൂസ് ചെയ്യാം. എന്താ, അരിപ്പൊടിയും തേനും പാലും കൂടെ മിക്സ് ചെയ്യുക. പിന്നെ അരിപ്പൊടി എന്ന് വെച്ചാൽ 2 ടൈപ്പ് ഇതുണ്ട്. ഒന്ന് നമ്മൾ പുട്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, അതല്ല കേട്ടോ എടുക്കേണ്ടത്. അത് കുറച്ച് ക്രിസ്റ്റൽസുകളില്ല, അതല്ല എടുക്കേണ്ടത്. മറ്റേ നമ്മളെന്താ ഇടിയപ്പത്തിനൊക്കെ വാങ്ങുന്ന അരിപ്പൊടിയില്ലേ, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള, അതെടുക്കണം. അപ്പം അതാണ് ഒന്നാമത്തെ ടിപ്പ്. ഇത് നമ്മൾ ജസ്റ്റ് മിക്സ് ചെയ്യുക, നല്ലൊരു പേസ്റ്റ് ഇതിലാക്കിയിട്ട് നമ്മൾ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് മൊത്തം ഭയങ്കര അങ്ങ് ഡ്രൈ ആവാൻ നിൽക്കേണ്ട, കുറച്ച് ഇങ്ങനെ ഡ്രൈ ആകുമ്പോഴത്തേനും ചുമ്മാ നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയുക. അതെങ്കിൽ ഫേസ് വാഷ് കാര്യങ്ങളൊന്നും യൂസ് ചെയ്യേണ്ട, ഞാൻ ചെയ്യാറില്ല. അത് കുറച്ചൊരു നമുക്ക് എന്താ ഒരു ഓയിലി ഫീൽ വരും, ആ പാലിൻ്റെ നമ്മൾ ആഡ് ചെയ്യുന്നതുകൊണ്ട് കുറച്ചൊരു ഓയിലി ഫീൽ വരും. അപ്പം അത് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഫേസ് വാഷ് എന്തെങ്കിലും യൂസ് ചെയ്യാം, ഞാൻ യൂസ് ചെയ്യാറില്ല. അപ്പം അതാണ് നമ്മുടെ ഒന്നാമത്തെ ടിപ്പ്. അപ്പം അടുത്ത ടിപ്പ്, നമ്മുടെ ഡാർക്ക് സർക്കിൾസ് ഉള്ള ആൾക്കാർ, ഡാർക്ക് സർക്കിൾസ് അതുകൊണ്ട് ബുദ്ധിമുട്ടുന്ന കുറേ ആൾക്കാരുണ്ട് കേട്ടോ. അത് ഭയങ്കര പാടാണ്, അത് വന്നു കഴിഞ്ഞാൽ പോകാൻ ഭയങ്കര പാടാണ്. അപ്പം മാക്സിമം അത് വരാണ്ടിരിക്കാൻ നോക്കുക. വന്നു കഴിഞ്ഞാൽ ഞാൻ കുറേ കാര്യങ്ങൾ അതിന് വേണ്ടി നോക്കിയിട്ടുണ്ട്, അത് എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ബെസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ഞാൻ ഇപ്പോൾ പറയുന്നത് വിറ്റമിൻ ഇ ടാബ്ലറ്റില്ലേ, വിറ്റമിൻ ഇ ക്യാപ്സ്യൂളും പിന്നെ അലോവേര ജെല്ലും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ കണ്ണിൻ്റെ അടിയിൽ അപ്ലൈ ചെയ്തിട്ട് രാത്രിയിൽ കിടന്നുറങ്ങുക, രാവിലെ ആകുമ്പോൾ ഇത് വാഷ് ചെയ്ത് കളയാം. ആദ്യം നമുക്ക് ഭയങ്കര ഒരു ഇതാണ്, ഭയങ്കര സ്റ്റിക്കി ആയിട്ടുള്ള നമുക്ക് ഭയങ്കര സ്റ്റിക്കി ആയിട്ട് ഫീൽ ചെയ്യും, പക്ഷെ ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ ഭയങ്കര എഫക്റ്റീവ് ആണ്. എനിക്ക് ഡാർക്ക് സർക്കിൾസ് വന്ന് തുടങ്ങിയ സമയത്ത് ഇത് എവിടെയോ കണ്ട് ഞാൻ ഇത് യൂസ് ചെയ്തു, അടിപൊളി റിസൾട്ട് ആയിരുന്നു കേട്ടോ. നന്നായിട്ട് തന്നെ കുറഞ്ഞു, ഇപ്പം അധികം ഇല്ല, നന്നായിട്ട് തന്നെ കുറഞ്ഞു. അപ്പം വിറ്റമിൻ ഇ ടാബ്ലറ്റ് എല്ലാവർക്കും ഒരു ഗ്രീൻ കളറിലുള്ളത്, അതിനകത്ത് സൺസ്ക് യൂസ് ചെയ്തെടുക്കുക. എന്നിട്ട് കുറച്ച് അലോവേര ജെല്ലും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട്
കണ്ണിൻ്റെ അടിയിൽ എവിടെയൊക്കെയാണോ ഡാർക്ക് ആയിട്ടുള്ള അവിടെ എല്ലാം അപ്ലൈ ചെയ്തിട്ട് കിടന്നുറങ്ങുക. രാവിലെ ആകുമ്പോൾ കഴിക്കളയാം. അത്രേ ഉള്ളൂ, സിമ്പിൾ. അലവേര നിങ്ങൾക്ക് വീട്ടിലുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അല്ല കടയിൽ നിന്ന് മേടിക്കുന്നതാണെങ്കിലും പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ അതാണ് സെക്കൻഡ് ടിപ്പ്. സോ നമ്മുടെ തേർഡ് ടിപ്പ് ഇതാണ്. ഈ കൂട്ടത്തിൽ എൻ്റെ ഫേവറേറ്റ് എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുകയും ചെയ്യും. നമുക്ക് ഓ ഗോഡ് ആ ഒരു ഇത് വരും. നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നതാണല്ലോ ഇഷ്ടം. എനിക്കതാ ഇഷ്ടം. എനിക്ക് നമ്മളിങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഇപ്പം ഞാൻ ഈ പറഞ്ഞ മറ്റേ അരിപ്പൊടിയുടെ ഒക്കെ ആണെങ്കിൽ നമ്മൾ ചെയ്തേ ഉള്ളൂ കേട്ടോ റിസൾട്ട് കിട്ടുള്ളൂ. പെട്ടെന്നൊരു ഇതൊന്നും ഞാൻ പറയുന്നില്ല, ഗ്ലോ ഒന്നും കിട്ടില്ല. പക്ഷെ ഈ ടിപ്പ് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഫേസ് വാഷ് ചെയ്ത് കഴിയുമ്പോഴേ നമുക്ക് ആ ഒരു ഗ്ലോ നമുക്ക് മനസ്സിലാവും. അത് ഭയങ്കര അടിപൊളി. ഞാനത് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇന്ന് കുളിച്ചത്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയത്തില്ല, ഇനി ഇല്ലെങ്കിലും ആരും കളയാക്കരുത്. ഞാൻ അത് യൂസ് ചെയ്തായിരുന്നു. അപ്പൊ നമുക്ക് ഭയങ്കരമായിട്ട് ഗ്ലോ ചെയ്യുവേ. ഞാനിപ്പോൾ ഷൂട്ടിങ്ങും കാര്യങ്ങൾക്കൊക്കെ പോകുന്നതിന്റെ മുന്നേ ഞാൻ പെട്ടെന്ന് നമുക്ക് ഭയങ്കര ഡള്ളായിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഞാൻ പെട്ടെന്ന് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇത്. കാര്യമാട്ടോ, നമുക്ക് അപ്പം തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ വേഗം ചെയ്യുന്ന ഒരു കാര്യം അത്. നല്ലൊരു ഗ്ലോ കിട്ടും. അതെന്താന്ന് വെച്ചാൽ അപ്പം നമുക്ക് അതിനാവശ്യമുള്ള സാധനം എന്ന് വെച്ചാൽ തക്കാളി. എല്ലാവർക്കും അറിയാമായിരിക്കും കേട്ടോ. ഇത് മജോറിറ്റിക്കും അറിയാം, എല്ലാവരും ചെയ്യുന്നതും ആയിരിക്കും. അപ്പം അറിയത്തില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ തക്കാളി 2 കട്ട് ചെയ്യുക. കുറച്ച് കാപ്പിപ്പൊടി എടുക്കുക. കാപ്പിപ്പൊടിയിൽ ഡിപ്പ് ചെയ്യുക. കുറച്ച് വെള്ളം ആഡ് ചെയ്യാൻ വേണമെങ്കിൽ ഭയങ്കര ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യാണ് വെള്ളം ആഡ് ചെയ്യാം. ചെയ്യാത്തതാണ് നല്ലത്. തക്കാളി നന്നായിട്ട് സ്ക്യൂസ് ചെയ്യുമ്പോഴത്തേനും അതിൻ്റെ നീരുണ്ട്, അത് വെച്ച് വേണം ചെയ്യാൻ. അത് ഡിപ്പ് ചെയ്യുക പൊടിക്കകത്ത്. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ അതിന്റെ റിസൾട്ട് ആണ് നിങ്ങൾ ഞെട്ടും. ശരിക്കും ഞാൻ ഞെട്ടിട്ടുള്ള ഞാൻ കുറേ നാളുകളായിട്ട് ഞാൻ കേട്ടോണ്ടിരുന്ന ഒരു സാധനം. പക്ഷെ ഞാൻ ട്രൈ ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒറ്റവട്ടം ഞാൻ ട്രൈ ചെയ്ത് കഴിഞ്ഞപ്പം ഞാനിപ്പം എപ്പോഴും എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഒരു ഗ്ലോ വേണം, നമുക്ക് എവിടെയെങ്കിലും പോകണം, അങ്ങനെ കല്യാണം അല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ പറഞ്ഞില്ല ഷൂട്ടിന് പോകുമ്പോഴൊക്കെ ആണെങ്കിൽ ഞാൻ വേഗം ഞാൻ സത്യം പറയുന്ന ഞാൻ തള്ളുന്നതല്ല, ഞാൻ ഇതാ ചെയ്യാറുള്ളത്. എന്റെ ചേച്ചി ഇത് ചെയ്തിട്ട് ഭയങ്കര റിസൾട്ട് ആട്ടോ. ഭയങ്കര ഞങ്ങൾ എല്ലാവരും ചെയ്യും, വീട്ടിലെ എല്ലാവരും ചെയ്യും. അപ്പം ഭയങ്കര സിമ്പിളാ, വലിയ മെനക്കേടുള്ള കാര്യവേ അല്ല ഇതൊന്നും. ഒരു തക്കാളി എടുക്കുക, 2 കട്ട് ചെയ്യുക, കാപ്പിപ്പൊടി മുക്കുക, നന്നായിട്ട് സ്ക്രബ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. അത് ഇങ്ങനെ വെച്ചിട്ട് കുറച്ച് ഡ്രൈ ആകുമ്പോഴത്തേനും പോയി വാഷ് ചെയ്ത് കളയാം. നിങ്ങൾ ഞെട്ടും, ഞാൻ ഗ്യാരണ്ടി. ഓക്കെ, ഇനി നമ്മുടെ നാലാമത്തെ ടിപ്പ് എന്ന് വെച്ചാൽ എന്തായാലും നാലാമത്തെ ടിപ്പിൽ മെയിൻ ഐറ്റം കാപ്പിപ്പൊടി തന്നെയാണ്. ഈ കാപ്പിപ്പൊടി ഭയങ്കര ഇതാട്ടോ. നമ്മുടെ സ്കിൻ കെയറിൽ മെയിൻ ആണ് കാപ്പിപ്പൊടി. ഈ കാപ്പിപ്പൊടി എടുക്കുക. പിന്നെ വേണ്ടത് കുറച്ച് തൈര്. ഇത് കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും എന്തിനുള്ളതാണ്. ഗേൾസിന് മനസ്സിലാവും. ഇത് എല്ലാവരും യൂഷ്വലി ചെയ്യുന്ന. പുറത്തൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേനും നമുക്ക് ടാൻ ആയിട്ടുണ്ടെങ്കിൽ കുഞ്ഞു ടാൻ കേട്ടോ, വലിയ സൺ ടാൻ അല്ല ഞാൻ പറയുന്നത്. ചെറിയ രീതിക്കൊക്കെ നമ്മളൊന്ന് ടാനായി കുറച്ച് ഡള്ളായി സ്കിൻ എന്നൊക്കെ തോന്നുവാണെങ്കിൽ നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. വന്നു കഴിയുമ്പോഴേ നമുക്ക് ഇങ്ങനെ ചെയ്തിട്ട് ഒന്ന് ഫേസ് വാഷ് ചെയ്യുമോ അല്ലെങ്കിൽ കയ്യിലും കാലിലും ഒക്കെ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം. ടാൻ ആയിട്ടാണോ തോന്നുവാണെങ്കിൽ ഇപ്പോൾ സ്ലീവ്ലെസ് ഒക്കെ ഇട്ടുകൊണ്ട് പോയിട്ടാണെങ്കിൽ നമുക്ക് കൈയുടെ ഇവിടെ തൊട്ടേ ഒരു 2 കളറിലൊക്കെ ഇരിക്കും. അയ്യോ, അത് കാണുമ്പോൾ ഭയങ്കര സ്ട്രെസ്സാവും നമ്മൾ. അപ്പോൾ ഇനി സ്ട്രെസ് ഒന്നും വേണ്ട. ഇത് കുറച്ച് കാപ്പിപ്പൊടിയും കുറച്ച് തൈരും കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്തിട്ട് കഴുകി കളഞ്ഞാൽ മതി. നല്ലൊന്ന് ഡ്രൈ ആയിട്ട്. ചിലപ്പോൾ അത് ഒറ്റ ഇതിലൊന്നും പോകത്തില്ല കേട്ടോ. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് 2-3 ദിവസം ഇങ്ങനെ അടുപ്പിച്ച് യൂസ് ചെയ്താൽ നന്നായിട്ട് പോകും. സോ നമ്മുടെ ലാസ്റ്റത്തെ ടിപ്പ് നമ്പർ 5 എന്ന് പറയുന്നത് ഡാർക്ക് സർക്കിൾസിന് വേണ്ടിയിട്ട് തന്നെ ഉള്ളതാണ്. ഇത് ആക്ച്വലി ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഇതുവരെ. പക്ഷെ എൻ്റെ അമ്മയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ അമ്മ പറയുന്നത് എഫക്റ്റീവ് ആണ്. അപ്പം ഞാൻ യൂസ് ചെയ്തിട്ടില്ല, പക്ഷെ ഇത് ഞാൻ കണ്ടിട്ടുണ്ട് എവിടേക്കോ ഇത് എഫക്റ്റീവ് ആണെന്നുള്ളത്. ചിലപ്പോൾ ഇങ്ങനെ ഡാർക്ക് സർക്കിൾസ് തന്നെയല്ല, ഇവിടെയൊക്കെ ഇങ്ങനെ ഡാർക്ക് കളറിൽ ഒരു വര പോലൊക്കെ വരും. അല്ലാന്ന് ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ അത് യൂസ് ചെയ്തിട്ടില്ല. എന്ന് വെച്ചാൽ കിഴങ്ങില്ല, ഉരുളക്കിഴങ്ങിന്റെ നീരെടുത്തിട്ട് അത് ഇങ്ങനെ തേച്ച് കൊടുക്കുക. അത്രേ ഉള്ളൂ, സിമ്പിളാണ്. തേച്ച് കൊടുക്കുക. അതൊന്ന് കുറച്ച് കഴിയുമ്പോഴത്തേനും അതൊന്ന് ഡ്രൈ ആവും. എന്തായാലും നമ്മൾ വാഷ് ചെയ്ത് കളയാം. അത് ഓവർനൈറ്റ് വെക്കണോ? അത് ഓവർനൈറ്റ് ഒന്നും വെക്കണ്ട. നമ്മൾ ജസ്റ്റ് അതൊന്ന് ഡ്രൈ ആയി കഴിയുമ്പോഴത്തേനും അത് അപ്പോഴേ തന്നെ വാഷ് ചെയ്ത് കളയാം. അപ്പം ഇതാണ് ഞാൻ ചെയ്യാറില്ല. ലാസ്റ്റത്തെ ഒഴിച്ച് ബാക്കി 4 എണ്ണം ഞാൻ ചെയ്യാറുള്ളത്. ഗ്യാരണ്ടീഡ് ആണ്. അപ്പം നിങ്ങൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എഫക്റ്റീവ് ആണ്, എന്തായാലും എഫക്റ്റീവ് ആണ്. ആണോ എന്ന് എന്നോട് പറയാമെന്ന് ഞാൻ പറയത്തില്ല, എഫക്റ്റീവ് ആണ്. ഞാൻ ചെയ്യാറുള്ളത്, അതുകൊണ്ട് എനിക്കറിയാം, എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള. പിന്നെ എന്തൊരു കാര്യം നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യണം. ഞാൻ എപ്പോഴും പറയും, നമ്മളല്ലാണ്ട് ഒരു ദിവസം ചെയ്തിട്ട് ഒറ്റയടിക്ക് ഗ്ലോ ആണോ എന്നൊക്കെ പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ് അല്ല. അത് ഈ ടൊമാറ്റോയുടെ ഞാൻ പറഞ്ഞത്, മറ്റേ ടൊമാറ്റോയും കോഫി പൗഡറും കൂടെ ഉള്ളതിന് മാത്രം നമുക്ക് ഗ്ലോ കിട്ടും. അല്ലാത്തതൊക്കെ നമ്മൾ വീക്ക്ലി വൺസ് ഇതിലേതെങ്കിലുമൊക്കെ മാറി ചെയ്യാം. വീക്കില് ഇപ്പം മൺഡേ നമ്മൾ ഒരെണ്ണം ചെയ്തു, ട്യൂസ്ഡേ നമ്മൾ കണ്ണിന്റെ ഡാർക്ക് സർക്കിൾസിനുള്ളത് ചെയ്തു, അങ്ങനെ ചെയ്യാം. അപ്പൊ നമുക്ക് തന്നെ ഒരു ചേഞ്ച് നമുക്ക് മനസ്സിലാവും. നമ്മൾ സ്കിന്നിനെ കെയർ ചെയ്യുമ്പോഴത്തേനും നമുക്ക് തന്നെ മനസ്സിലാവും, ഓ എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട്. അപ്പൊ നമ്മൾ നമുക്ക് വേണ്ടി തന്നെ എന്താ ചെയ്ത ഒരു ഇത് വരും കേട്ടോ. നമ്മൾ ഒരാഴ്ച നമ്മൾ ഒരു ദിവസമെങ്കിലും നമുക്ക് വേണ്ടി സെൽഫ് കെയറിന് വേണ്ടിയിട്ട് ഒരു ഡേ മാറ്റി വെക്കുന്നത് ഭയങ്കര നല്ലതായിരിക്കും. അത് നമ്മുടെ മെന്റൽ ഹെൽത്തിന് എല്ലാത്തിനും നല്ലതാണ്. എന്നും കെയർ ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത്. അറ്റ്ലീസ്റ്റ് വീക്ക്ലി വൺസ് നമ്മൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ടൈം കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മുടെ ടിപ്പൊക്കെ കഴിഞ്ഞു. ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ. ഒരു കുട്ടി വീഡിയോ ആയിരിക്കണം. അതെ, ഞാൻ അത്യാവശ്യം ഫസ്റ്റ് ആയിട്ട് പറഞ്ഞത്. പിന്നെ ഇന്നത്തെ വീഡിയോ ക്ലാരിറ്റി കുറച്ച് മോശമാകാൻ സാധ്യതയുണ്ട്. ബിക്കോസ് ഞാൻ ഇത് രാത്രിയിലാണ് ഷൂട്ട് ചെയ്യുന്നത്.
പകൽ ഇത്രയും സമയം ഉണ്ടായിട്ടും ഞാൻ രാത്രിയിലാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പം കുറച്ച് ഞാൻ റിംഗ് ലൈറ്റിന്റെ ഒക്കെ വെട്ടത്തിലാണ്, എന്നാലും കുറച്ച് ബാഡ് വീഡിയോ ക്വാളിറ്റി ആയിരിക്കും. ഞാൻ ഫ്രണ്ട് ക്യാമിലും കൂടെ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോഴത്തേനും അങ്ങനെ വരത്തുള്ളൂ. അപ്പോൾ പിന്നെന്താ, കൺസിസ്റ്റന്റ് ആയിട്ടൊക്കെ വീഡിയോ ഇടാൻ വേണ്ടി ശ്രമിക്കാം. എനിക്ക് കണ്ടന്റ് ഇല്ല ഒന്നും ഇടാൻ, അതുകൊണ്ടാണ് ഞാൻ മിക്കപ്പോഴും വീഡിയോ ഇടാത്തത്. പിന്നെ നമ്മളൊരു ചാലഞ്ച് ഒക്കെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു, 30 days എൻ്റെ വെയിറ്റ് ലോസ്. വെയിറ്റ് എന്നെ കുറയുന്നു. ഞാൻ ഇപ്പോഴും ഷുഗർ ഒന്നും യൂസ് ചെയ്യുന്നൊന്നും ഇല്ല കേട്ടോ. സീരിയസ്ലി ഞാൻ ഷുഗറൊക്കെ യൂസ് ചെയ്യുന്നതൊക്കെ ഭയങ്കരമായിട്ട് കുറച്ചു. ആൻഡ് ഞാൻ ആക്ച്വലി ഡയറ്റ് ഫോളോ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ ഒക്കെ പോലെ തന്നെ എല്ലാ കാര്യം ചെയ്യുന്നു, പക്ഷെ ഞാൻ വീഡിയോ എടുക്കാറില്ല. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഭയങ്കരമായ മടിയായിരുന്നു. അപ്പോൾ പക്ഷെ ഞാനത് വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്ന ഒരു 8 days സംതിങ് ആയിട്ടേക്കെന്ന് എനിക്ക് തോന്നുന്നു. ബാക്കി ഞാൻ 9th day തൊട്ടുള്ളത് ഞാൻ ഇടും. കുറച്ച് ഡിലേ ആകുമായിരിക്കും, ഞാൻ നോക്കാം. അപ്പോ പിന്നെന്താ, അത്രേ ഉള്ളൂ. പിന്നെ അധികം പറഞ്ഞു ഞാൻ ഒരു കുട്ടി വ്ളോഗാണ് ഞാൻ കുട്ടി വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് ഞാൻ ഒരു വലിയ വീഡിയോ ആക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും സുന്ദരനും സുന്ദരിയൊക്കെ ആവട്ടെ. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ഇത്രയും നേരത്തെ ഓഫ് ആയിരുന്നു. ഓക്കെ, അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ